നേരത്തെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ കഥ. പിന്നെ മൈക്ക് ഡിസ്റ്റർബൻസാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അല്ലാണ്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പുതിയൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സോളമൻ്റെ ഉത്തമഗീതം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് സ്നേഹദൂരമൊക്കെ പോലെ ഇഷ്ടപ്പെടുന്ന ടൈപ്പിലെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. കുറച്ച് റൊമാൻസും കുറച്ച് ക്യൂട്ടായിട്ടുള്ള റൊമാൻസൊക്കെയുള്ളൊരു വേറൊരു ടൈപ്പ് സ്റ്റോറിയാണ്. സ്നേഹദൂരം പോലെയല്ല, വേറൊരു ടൈപ്പ് സ്റ്റോറി. മഴയോർമ്മ പോലെയല്ല. എല്ലാ പാറ്റേണിലും നമ്മൾ എഴുതണം കേട്ടോ. പക്ഷേ റൊമാൻസാണ് കേട്ടോ. റൊമാൻറ്റിക് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് ഉള്ളൊരു തീമാണ്. അപ്പോൾ ഇത് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കമൻസിൽ. ഓക്കെ, അപ്പോൾ കഥയിലേക്ക് പോവാം. എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വയ്ക്കുന്ന തിരക്കിനിടയിലാണ് സുമിത്ര മാളുവിൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞത്, മോളെ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ തീരുമാനം തെറ്റായിരുന്നുവെന്ന്? കാര്യം മനസ്സിലാവാതെ അവൾ സുമിത്രയുടെ മുഖത്തേക്ക് നോക്കി. ഇന്നിപ്പോൾ അവൻ്റെ അവസ്ഥ നേരിട്ട് നീ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്നെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. സാധിച്ചില്ല എന്നാണ് അറിഞ്ഞത്. എൻ്റെ വേദന, ഈ അവസ്ഥകളൊന്നും അപ്പോഴിനെ വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണങ്ങളാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ആയിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി ഞാൻ അപ്പോഴിനെ സ്വന്തമാക്കുമായിരുന്നു. എനിക്കിഷ്ടമാണ്, ഏതവസ്ഥയിലും നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഒരിക്കലും തോന്നുകയില്ല. അപ്പോഴിനൊരിക്കലും എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും ഞാൻ സന്തോഷമായിരുന്നേനെ. ഈ താലിയും സിന്ദൂരവും എൻ്റെ നെറുകയിലാണ്. ഇതണിയിച്ചതെൻ്റെ അപ്പോട്ടനാണല്ലോ. ആ സമാധാനത്തിൽ ഞാൻ സന്തോഷവതിയാണ്. പക്ഷെ ഇപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിൽ നിങ്ങളാരും കരുതുന്നത് പോലെ വേദനയല്ല, സന്തോഷമാണ്. ഒരു പക്ഷേ ഇന്നാണ് ഞാൻ ആ മനസ്സിനെ അടുത്ത് കണ്ടതെന്ന് തന്നെ പറയാം. അത്രമേൽ ആഴത്തിൽ എന്നെ അപ്പോട്ടൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്ന സത്യത്തിൽ കൂടുതലൊന്നും എന്നെ ഈ നിമിഷം സന്തോഷവതിയാക്കുന്നില്ല. ബാക്കി ഒരു കാര്യങ്ങളും എന്നെ ബാധിക്കുന്നില്ല. കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിന്റെ സ്നേഹം മാത്രമാണ് മോനെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക മരുന്ന്. നീയാണ് എൻ്റെ പുണ്യം, അവൻ്റെ പുണ്യം. എല്ലാ അർത്ഥത്തിലും നീ അവനെ സ്നേഹിക്കണം. എല്ലാ അർത്ഥത്തിലും നീ അവൻ്റെ സ്വന്തമാവണം. ആ സമയം ജീവിക്കണമെന്ന ആഗ്രഹം അവന് തോന്നും. പിന്നീട് പതുക്കെ നമുക്ക് ആ രോഗത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. അത് തന്നെയാണ് അമ്മ എൻ്റെയും വിശ്വാസം. ഭക്ഷണം കഴിച്ചപ്പോഴും അപ്പു അവളെ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും പ്രത്യേക ഭാവഭേദമൊന്നുമില്ലാതെ കഴിക്കായിരുന്നു മാളു. അവന് വേണ്ടതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവളോടുള്ള സ്നേഹം എത്ര അടച്ചു വച്ചിട്ടും പുറത്തേക്ക് വരാൻ തുടങ്ങുന്നതായി അവന് തോന്നിയിരുന്നു. ആരും കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് അവന് വേദനയുണ്ടാക്കുന്നതിനാൽ തുറന്നു പറഞ്ഞിരുന്നില്ല. അതൊരർത്ഥത്തിൽ അവന് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാ ജോലികളും തീർത്ത് മാളു മുറിയിൽ വരുമ്പോൾ അപ്പു കാത്തിരിക്കുകയായിരുന്നു അവളെ. ചിരിയോടെ വന്ന് വാതിലടച്ചതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന ജഗ് മേശപ്പുറത്തേക്ക് വെച്ച് അവനോട് തിരക്കി, മരുന്ന് കഴിച്ചിരുന്നോ? കഴിച്ചു. എനിക്ക് ജീവിക്കണം മാളു. ഒരു കൈയെടുത്ത് കണ്ണിന് കുറുകെ വെച്ചാണ് അവൻ്റെ കിടപ്പ്. കണ്ണ് തുറക്കാതെയാണോ സംസാരിക്കുന്നതെന്ന് മാളുവിന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ അത്ഭുതത്തിൽ തന്നെ അവനെ നോക്കി. നിന്റെ സ്നേഹം അനുഭവിച്ച് നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ അപ്പുവേട്ടനായി എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട് മാളു. അവനത് പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായാണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ആ നിമിഷം അവൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു തോന്നിയിരുന്നത്. ബലമായി തന്നെ അവൻ്റെ കൈകൾ അവൾ മാറ്റിയപ്പോഴാണ് അവൻ്റെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ പൊഴിയുന്നത് അവൾ കണ്ടത്. അവളുടെ വിരലുകൾ തന്നെ അത് തുടച്ചു കളഞ്ഞിരുന്നു. എന്തിനാ കരയുന്നത്? അപ്പോട്ടിനെ കൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അപ്പോട്ടൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം മാത്രം മതി. നമുക്കിതിനെല്ലാം മാറ്റാം. മാറണം, മാറ്റണം. എനിക്ക് നിൻ്റെ അപ്പോട്ടനാവണം. നിൻ്റെ സ്നേഹം എനിക്ക് വേണം. ഞാൻ എന്നും അപ്പോട്ടൻ്റെ മാത്രമല്ലേ? ആണ്, എനിക്കറിയാം. ഇതുവരെ ഇല്ലാത്ത സ്വപ്നങ്ങളൊക്കെയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ ഒരു കൊതി തോന്നുന്നത് ഈ നിമിഷമാണ്. ഇത്ര കാലവും ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോട്ടെ എന്നാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത അതല്ല. എൻ്റെ പെണ്ണിന് വേണ്ടി എനിക്ക് ജീവിക്കണം. അവനത് പറഞ്ഞതും അത്ഭുതപൂർവ്വം അവൾ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തത്. അപ്രതീക്ഷിതമായ അവൻ്റെ നീക്കത്തിൽ അവൾ ഒന്ന് പതറിയിരുന്നെങ്കിലും വല്ലാത്ത സന്തോഷമായിരുന്നു ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നത്.
ആ നിമിഷം അവൾ അവൻ്റെ കണ്ണുകളിൽ കണ്ടത് ഒരു കാമുകൻ്റെ ഭാവമായിരുന്നു. ആ ഭാവമോ അവൾക്ക് അന്യവുമായിരുന്നു. അത്രമേൽ പ്രണയം നിറഞ്ഞ മുഖത്തോടെ അവനെ ആദ്യമായാണ് അവൾ കാണുന്നത്. ഒരു കൗതുകത്തോടെ തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നു കിടക്കുന്ന പ്രണയത്തിലേക്ക് അവൾ നോക്കിയിരുന്നു പോയിരുന്നു. അവൻ്റെ കണ്ണിൽ തുടിക്കുന്നത് തന്നോടുള്ള പ്രണയമാണെന്ന് മനസ്സിലാക്കിയ നിമിഷം മാളവികയ്ക്ക് സ്വർഗം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു തോന്നിയിരുന്നത്. തൻ്റെ മുഖത്തേക്ക് പ്രണയാർദ്രമായി നോക്കുന്ന അവൻ്റെ നോട്ടം വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും താൻ കാണുന്നത്. ഇഷ്ടമുണ്ടെന്നറിയായിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും അത് തൻ്റെ മുൻപിൽ പ്രതിഫലിപ്പിക്കാൻ അവന് തോന്നിയിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഏറെ ആകാംക്ഷയോടെ തന്നെ ആ മുഖത്തേക്ക് അവൾ ഒന്നുകൂടി നോക്കിയിരുന്നു. അവളുടെ വാർമുടിത്തുമ്പിൻ്റെ ഗന്ധം അവൻ്റെ മുഖത്തെ പുണർന്നു. അവൻ്റെ ഹൃദയാകാശത്തെ പ്രണയത്തിൻ്റെ മഴ പെയ്യിക്കുന്ന ഒന്നായിരുന്നു അത്. പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിച്ചിരുന്നു. അവൻ്റെ പെണ്ണിന് അവൻ നൽകുന്ന ആദ്യ സ്നേഹമുദ്രണം. ഏറെ പ്രണയത്തോടെ, അതിലുപരി തൻ്റെ സ്വന്തമെന്ന അവകാശത്തോടെ അവളെ ചേർത്ത് പിടിച്ച് ഒരു നിർബന്ധവുമില്ലാതെ നൽകുന്ന സ്നേഹമുദ്രണം. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തുപോയിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാനാവാതെ മൗനം കൊണ്ട് വാചാലമായ നിമിഷങ്ങളായിരുന്നു പിന്നീട്. എന്തു പറഞ്ഞു തുടങ്ങുമെന്ന് ആർക്കും അറിയാത്ത സാഹചര്യം. തൻ്റെ മനസ്സിൽ നിന്നും അടക്കി പിടിച്ച പ്രണയം അറിയാതെ പുറത്തു വന്നു പോയതായിരുന്നുവെന്ന് അപ്പുവിനറിയാമായിരുന്നു. പക്ഷെ എല്ലാ നിമിഷവും തോന്നുന്നത് പോലെ ഒരു വേദനയും. പക്ഷെ വേണ്ടായിരുന്നുവെന്ന് അവന് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ ഒരിക്കൽ കൂടി അവൻ്റെ കൈകൾ വരിഞ്ഞു മുറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അളകങ്ങൾ മാടിയൊതുക്കി കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു കാമുകൻ്റെ എല്ലാ ഭാവങ്ങളും ഉണ്ടായിരുന്നു. അതവളുടെ മുഖത്ത് ചെഞ്ചുവപ്പ് പടർത്തി. അവനൊന്നും പറയാതെ തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു. അവളുടെ ആ സാമീപ്യം വീണ്ടും അവനെ വല്ലാത്തൊരു ലഹരിയിൽ തന്നെയായിരുന്നു കൊണ്ടുവന്ന് എത്തിച്ചിരുന്നത്. മാളു, ആർദ്രമായി അവൻ വിളിച്ചപ്പോൾ ഒരിക്കൽ കൂടി അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ മോളെ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ നേരെ അവളുടെ മുഖം നീണ്ടു വന്നിരുന്നു. ശേഷം ആ കവിളുകൾ അവൻ്റെ കവിളുകളിൽ ഒരു ചുംബന മുദ്രയായി മാറി. അതായിരുന്നു മാളുവിന് അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ആ ചുംബനത്തിലെല്ലാം ഉണ്ടായിരുന്നു അവളുടെ പ്രണയവും സ്നേഹവും ദുഃഖവും സന്തോഷവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവനോടുള്ള നീണ്ട കാത്തിരിപ്പും. പെട്ടെന്നാണ് അവൻ്റെ നെറ്റിയിലെ മുറിവ് അവൾ കണ്ടത്. ഇന്നത്തെ അസുഖത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണതെന്ന ചിന്ത അവളിൽ വേദന ഉണർത്തി. അവളുടെ കരങ്ങൾ അതിനെ തഴുകി തലോടി. ശേഷം അവൾ അവനിൽ നിന്നും അകന്ന് അലമാര തുറന്ന് മരുന്നെടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് പുരട്ടി. വേദനയാൽ അവൻ്റെ മുഖം മാറും തോറും അവളുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ അവനൊരു കൗതുകത്തോടെ നോക്കി കാണുകയായിരുന്നു. അവളുടെ ഹൃദയത്തിലാണ് ആ മുറിവ് കൊണ്ടതെന്ന് അവന് തോന്നിയിരുന്നു. അവൻ്റെ മുഖം വേദനയാൽ ചുളിഞ്ഞുപോയി. ആ നിമിഷം തന്നെ അവളുടെ മുഖവും ചുളിഞ്ഞു പോകുന്നത് അവൻ കണ്ടിരുന്നു. താൻ വേദനിക്കുന്നത് അവളിൽ അതിലും വലിയ വേദന ഉണർത്തുന്നു എന്നൊരു ചിന്ത പ്രത്യേകതരം സന്തോഷമാണ് അവനിൽ ഉണർത്തിയത്. ഒരു മനുഷ്യനാൽ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ മറ്റെന്താണ് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കൂടുതൽ പ്രചോദനം നൽകുന്നത്? ജീവിതത്തിന് ആ സത്യം നൽകുന്ന സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടാനാണ് എല്ലാ മനുഷ്യരും കൊതിക്കുന്നത്. തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ് തന്നോടൊപ്പമുള്ളത്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം പുഞ്ചിരിയോടെ നേരിടാൻ ഇനി തനിക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അപ്പുവിൽ ഉടലെടുത്തു. മരുന്ന് തേച്ചതിന് ശേഷം അടുത്ത് വന്നവൾ കിടന്നപ്പോൾ പതിവിന് വിപരീതമായി അപ്പു തന്നെയായിരുന്നു അവളെ തൻ്റെ കരവലയങ്ങളിലേക്ക് ചേർത്ത് കിടത്തിയത്. ഒരു പ്രത്യേക നിർവൃതിയായിരുന്നു ആ നിമിഷം മാളുവിനും തോന്നിയിരുന്നത്. ഏറെ ആഗ്രഹിച്ചതാണിതൊക്കെ. തനിക്കറിയാമായിരുന്നു അധികകാലമൊന്നും അവൻ തൻ്റെ സ്നേഹത്തെ മാറ്റി നിർത്താനും തന്നെ മാറ്റി നിർത്താനും കഴിയില്ല എന്ന്. ഒരു ഭ്രാന്തൻ്റെ ഭാര്യയായി താൻ കഴിയേണ്ട എന്ന സ്വാർത്ഥത കൊണ്ടാണ് തന്നെ അകറ്റാൻ വേണ്ടി അപ്പുവേട്ടൻ ശ്രമിച്ചത്. ഒരിക്കൽ പോലും തന്നെ ഇഷ്ടമല്ലാഞ്ഞല്ല എന്ന് മാളുവിനറിയാമായിരുന്നു. ഇത്രകാലം മനസ്സിൽ കൊണ്ട് നടന്നവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ അവനെ സ്നേഹിച്ച പെണ്ണാവുമോ? അപ്പുവേട്ട, അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ വിരൽ കോർത്ത് അവൾ വിളിച്ചപ്പോൾ ആർദ്രമായി അവൻ മൂളി. ആ ഗായത്രിയില്ലേ, പണ്ട് അപ്പുവേട്ടൻ്റെ പിറകെ നടന്ന കുട്ടി, അവളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെന്തെങ്കിലും വിവരമുണ്ടോ? പരിഭവത്തോടെ അവളത് ചോദിച്ചപ്പോൾ അറിയാതെ എല്ലാ വേദനകളും മറന്ന് അപ്പു അല്പം ഉച്ചത്തിലൊന്ന് ചിരിച്ചു പോയിരുന്നു. പിന്നീട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളപ്പോഴും
ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കുകയായിരുന്നു. "അതൊന്നും നീ ഇപ്പോഴും മറന്നിട്ടില്ലേ മാളു?" ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. "അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയോ? എന്താണെങ്കിലും അപ്പുവേട്ടനെ ഒരുപാട് സ്നേഹിച്ചതല്ലേ അവള്. സത്യം പറഞ്ഞ ആദ്യത്തെ ദിവസം അപ്പുവേട്ടനെ മറ്റൊരാൾക്ക് ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്ത് വിഷമായെന്നറിയോ? വെറുതെ പോലും അപ്പുവേട്ടനെ ഒരാൾ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. ഞാനല്ലാതെ ഒരാൾ അപ്പുവേട്ടനെ സ്നേഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ എന്തൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയതെന്നറിയോ? പിന്നീട് അവളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ചങ്കിടിപ്പ് കൂടാൻ തുടങ്ങും. ഉള്ളിൽ നിറഞ്ഞ സ്വാർത്ഥതയോടെ ഗായത്രിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നവളെ കണ്ണിമ വെട്ടാതെ അവളെ നോക്കി. അവളുടെ മുഖഭാവം ഒപ്പിയെടുക്കുകയായിരുന്നു അപ്പു. ഗായത്രിയെ പോലെയാകാൻ വേണ്ടി ക്രീം തേച്ചത്, മുടി മുറിക്കാൻ ആഗ്രഹിച്ചതും എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അപ്പു വീണ്ടും ഉറക്കെ ചിരിച്ചു പോയിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ പെണ്ണിൻ്റെ കോപ്രായങ്ങളെന്ന് ഓർത്ത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തനിക്കെന്നെ അല്ലേ? ആർദ്രമായി അവളുടെ മുഖത്തെ കൈവിരൽ കൊണ്ട് തലോടിക്കൊണ്ട് അവനത് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. അത് മുഖത്തേക്ക് വ്യാപിക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നോ? അങ്ങനെ ചോദിക്കില്ലേ അപ്പേട്ടാ? പ്രാണനായിരുന്നു എനിക്ക്. ആദ്യം കണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ ആ സ്നേഹത്തിന് ഒരു ചലനവും തട്ടിയിട്ടില്ല, കൂടിയിട്ടേയുള്ളൂ. അവൾ പറഞ്ഞപ്പോഴേക്കും അറിയാതെ അവൻ അവളുടെ മുഖം കൈക്കൊപ്പിളിൽ എടുത്തിരുന്നു. ശേഷം അവൻ പോലും അറിയാതെ അവൻ്റെ അധരങ്ങൾ അവളുടെ അധരത്തിൽ തൻ്റെ പ്രണയമുദ്രണം പതിപ്പിച്ചിരുന്നു. ഇരച്ചു തള്ളി വന്ന് പെയ്ത മഴയുടെ ശബ്ദമാണ് രണ്ടുപേരെയും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ അപ്പുവിനും അവളെ ഒന്ന് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പല രാശികളും വിരിയുന്നത് കണ്ടിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും എന്ത് സംസാരിക്കണമെന്നറിയാതെ നിന്നു. മൗനത്തിന് ശേഷം ചെറുചിരിയോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് അപ്പു തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ. പറയണമെന്ന് പലവട്ടം കരുതിയിരുന്നു. പിന്നീട് കൊച്ചുകുട്ടിയല്ലേ, പറഞ്ഞാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഒരു അഭിനിവേശമായി മാറുമോ എന്നൊക്കെ ചിന്തിച്ചു. അതൊക്കെ കൊണ്ട് മാത്രമാണ് പറയാതിരുന്നത്. പ്രിയപ്പെട്ടവൻ്റെ നാവിൽ നിന്ന് താൻ ഇത്രയും കാലം കേൾക്കാൻ ആഗ്രഹിച്ച വാക്ക് കേട്ടപ്പോൾ അവളുടെ മുഖം തിളങ്ങി. നീ പോലും അറിയാതെ എത്ര വട്ടം ഞാൻ നിന്നെ വന്ന് കണ്ടിട്ടുണ്ടെന്നറിയോ? നീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും BEdന് പഠിക്കുമ്പോഴുമൊക്കെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു നീ. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഒക്കെ ഞാൻ വന്ന് കാണാമായിരുന്നു. അതിനുശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിലെ വെളിച്ചം അസ്തമിച്ച് അവിടെ ഇരുട്ട് പടർന്നു തുടങ്ങിയ നിമിഷങ്ങളിൽ മാത്രം നിന്നെ ആത്മാർത്ഥമായി മറക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞാൻ പൂർണ്ണ പരാജയമായിരുന്നു. എങ്കിലും ഒരിക്കലും എൻ്റെ അവസ്ഥയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പിന്നീട് തിരിഞ്ഞു വരാതിരുന്നത്. നീ ഇങ്ങോട്ട് വന്നപ്പോഴും നിന്നെ ഒരു കൈയകലത്തിൽ നിർത്താൻ ശ്രമിച്ചത് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. കോളേജ് പരിസരത്തും ഡിഗ്രി കാലയളവിലുമൊക്കെ അപ്പൂട്ടൻ തന്നെ വന്ന് കണ്ടിരുന്നു എന്നുള്ളത് അവൾക്ക് പുതിയ അറിവായിരുന്നു. അവനെ മാത്രം മനസ്സിൽ ആരാധിച്ചെന്ന് അവളുടെ മനസ്സ് നിറയ്ക്കാൻ അവൻ്റെ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു. അവളുടെ മനസ്സിൽ ആ നിമിഷം ഉണ്ടായ സന്തോഷത്തിന് ഏത് വാക്കുകൊണ്ട് പ്രകടിപ്പിക്കുമെന്ന രീതിയിലായിരുന്നു മാളുവിൻ്റെ അവസ്ഥ. താൻ സ്നേഹിച്ചവൻ തന്നെയും മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു എന്നൊരു യാഥാർത്ഥ്യത്തേക്കാൾ വലുതായി അവനെ മാത്രം സ്വപ്നം കണ്ടൊരു പെണ്ണിന് സന്തോഷം നൽകുന്നത് മറ്റെന്താണ്? കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ സോങ് ഓഫ് സോങ്സ് സോളമൻ്റെ ഉത്തമഗീതം ഒന്ന് വായിച്ചു നോക്കുന്ന കാര്യം മറക്കല്ലേ കേട്ടോ.